ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിഡിൽ ഈസ്റ്റിലെ പോപ്പുലർ ആയിട്ടുള്ള ഷോർബ സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ ബോൺലെസ് ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഈ വെജിറ്റബിളും ചിക്കനൊക്കെ നല്ലപോലെ കഴുകിയെടുക്കുക. ഇനി ഒരു കുക്കർ എടുത്ത് വെക്കുക. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾ എടുക്കാം കേട്ടോ. ബ്രോക്കോളി എടുക്കാം, ക്യാപ്സിക്കം എടുക്കാം, പിന്നെ മഷ്റൂം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ കോളിഫ്ലവറും ക്യാരറ്റും ക്യാബേജും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ അളവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വളരെ കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇനി തീരെ ഇടാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചിക്കനും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൺലെസ് ആയതുകൊണ്ട് വലിയ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വിത്ത് ബോണാണെങ്കിൽ വളരെ ചെറിയ പീസാക്കിയിട്ട് വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയും ചെയ്യാം. ഇനി ഇതാ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് പൊടിച്ചെടുത്തിട്ടുള്ള മസാല പൗഡറാണ് കേട്ടോ അത്. ഈ മസാല പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് മസാല പൗഡർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 3-4 വിസിലിന് ശേഷം ഓഫ് ചെയ്യാം. സെയിം ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ഓട്സ് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ ഓട്സ് ആട്ടോ എടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ഇത് വേവിക്കാൻ കേട്ടോ. ഓട്സിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. നമുക്കൊരു സിന്നമൺ സ്റ്റിക്ക്, ഒരു ബേ ലീഫ്, 2 മീഡിയം സൈസ് വലിയുള്ളി, ഒരു വെളുത്തുള്ളി ഇത്രയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓട്സ് വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറും ഞാൻ 3-4 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതാണ്. ഇനി വേറൊരു പാത്രം എടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ബേ ലീഫും സിന്നമൺ സ്റ്റിക്കും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് 2 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റിന് പകരം തക്കാളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്താലും മതി. 2 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതവിടെ ചിക്കനും വെജിറ്റബിളൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനും വെജിറ്റബിളും ഒക്കെ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ബട്ടർ ടൊമാറ്റോ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓട്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഉണ്ടോ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഷോർബ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അല്പം മല്ലിയില കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പുളി പോരാൻ തോന്നുകയാണെങ്കിൽ അല്പം നാരങ്ങാനീര് കൂടെ ഒഴിച്ചിട്ട് കുടിക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ലെമൺ ഇട്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡ്രൈ ലെമൺ പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ് കളയാൻ വേണ്ടിയിട്ട് മറക്കരുത്. കയ്പ്പ് രസം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സീഡ് കളയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്.